ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് നാടൻ ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് ഇഞ്ചിയായിരുന്നു. ഇഞ്ചിയുടെ സീസൺ ആകുമ്പോൾ ഇഞ്ചിക്കൊക്കെ വില കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ജിഞ്ചർ പൗഡർ ഉണ്ടാക്കി വയ്ക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനേക്കായി കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എത്ര ഇഞ്ചിയുണ്ടോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇഞ്ചിയുടെ സീസണൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ജിഞ്ചർ പൗഡറും കൂടെ ചേർക്കാവുന്നതാണ്. അത് വൃത്തിയാക്കി തൊലി കളഞ്ഞെടുക്കാം. വൃത്തിയാക്കിയെടുത്ത ഇഞ്ചി കഷ്ണം സ്ലൈസറിൽ വെച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി സ്ലൈസ് ചെയ്യാം. ഇതുപോലെ എല്ലാ ഇഞ്ചികളെയും സ്ലൈസറിൽ വെച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. മിക്സിയുടെ ജാറിൽ പൊടിക്കുന്ന ജാറിൽ വെച്ചിട്ടും ചെറുതായിട്ട് പൾസ് ബട്ടൺ വെച്ച് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കാം. അതിനുശേഷം നല്ല വെയിലുള്ളിടത്ത് ഒരു 2 ട്രെയിലാക്കി വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഇപ്പം നല്ല വെയിലിൻ്റെ സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. വെയിലത്ത് വെച്ച് ഉണക്കുന്നതിന് പകരം ഓവനിൽ വെച്ച് 180 ഡിഗ്രി സെൽഷ്യസിലും ഉണക്കിയെടുക്കാവുന്നതാണ്. ഒരു ദിവസം ഫുൾ ഉണങ്ങിയപ്പോൾ നല്ല ഫ്രഷായിട്ട് ക്രഞ്ചി പരുവത്തിൽ ഉണങ്ങി കിട്ടി. ഉണക്കിയെടുത്ത ജിഞ്ചർ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈൻ പൗഡർ രൂപത്തിൽ പൊടിച്ചെടുക്കാം. ഇപ്പം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. കൂടുതൽ കാലം ഇരിക്കും. ഒരുപാടുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ പുറത്തിരുന്നാൽ കേടുകൂടാതെ ഇരിക്കും. നല്ല നാച്ചുറൽ ജിഞ്ചർ പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, മസാല ചായ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ജിഞ്ചർ പൗഡർ ഉണ്ടാക്കി വെച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ.